താണ്ട് ആ പുള്ളിക്കാരൻ ഇതിലെ ഒരെണ്ണം തിന്നാവെന്ന് ചോദിച്ചു. താണ്ട് അതിന്റെ മുതലാളിയാണ് നിൽക്കുന്നത്. ആ ലൈസൻസ് പെട്ടെന്ന് പുള്ളി വന്നു അങ്ങ് വലിച്ചേരി കളഞ്ഞ്. പുള്ളി വലിച്ചേരി പുള്ളിയുടെ പുകയിലുണ്ട്. സാറേ ഇത് കൊടുക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് കൊടുക്കുന്നത്. എത്രയോ മലയാളികൾ തിന്നുന്ന, കുഞ്ഞുങ്ങൾ തിന്നുന്ന. ഇവനൊക്കെ ഇതിന് കൂട്ടിരിക്കാവും. ഇവനെയൊക്കെ തൂക്കിക്കയറ്റണത്. തൂക്കുമരുന്ന് കിടന്നറിയോ ഈ ആഹാരത്തിൽ ഇങ്ങനെ കാണിക്കുന്ന തിർമ്മ. ഇവനറിയാതെ ഇത് പോത്തിന് ഈ സംഭവം. ആഹാരത്തിൽ ഒരിക്കലും ചെയ്യരുത്, ആഹാരത്തിൽ ചെയ്യരുത്. ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറയാം. കാര്യം കണ്ടം നിർത്താതെ ഞാൻ ഏത് കോടതി കയറി പറയാനും ഈ പറഞ്ഞ പോലെ പറയാൻ ഞാൻ നല്ല ചങ്കൂറ്റുണ്ട് എനിക്ക്. പഴംപൊരി, ഉഴുന്നുവട എന്നിവ ഉണ്ടാക്കുന്നതിന് വേണ്ടി എണ്ണയിൽ പ്ലാസ്റ്റിക് മുക്കി ആ പ്ലാസ്റ്റിക് ഉരുക്കിയ എണ്ണയിൽ വെച്ച് ഇങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാർ ബഹളം വെച്ചതിനെ തുടർന്ന് ഇവിടെയുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആ എണ്ണ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മറച്ചു കളയുകയും ചെയ്തു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇത്തരത്തിൽ തന്നെയാണ് ഇവിടെ ഈ ഭക്ഷണങ്ങളെല്ലാം പാചകം ചെയ്യുന്നത് എന്നാണ് ഇവിടുത്തുകാർ തന്നെ പറയുന്നത്. കാരണം ഈ പഴംപൊരി എല്ലാം ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കിയ എണ്ണയിൽ ആ പ്ലാസ്റ്റിക് കവറുകൾ, ഇവിടെ നമുക്ക് മറ്റ് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, ഇവരുടെ ഈ എണ്ണയിൽ, അതായത് തിളച്ച എണ്ണയിൽ പ്ലാസ്റ്റിക് കവറുകൾ മുക്കുന്നു. അപ്പോൾ ആ സമയത്ത് എണ്ണ കുറച്ചും കൂടി കൂടുതൽ കിട്ടുന്നു. അത് പെട്ടെന്ന് വറ്റിപ്പോകാത്ത രീതിയിൽ നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ള ഒരു തട്ടിപ്പാണ് ഇവർ നടത്തിയത്. ഈ ചേട്ടനാണ് ഇത് ശ്രദ്ധയിൽപ്പെടുകയും. ചേട്ടൻ എന്തായിരുന്നു കണ്ടത്? എനിക്ക് ഓടമുള്ള, ഞാൻ മുമ്പേ കുറച്ച് പറഞ്ഞു, എനിക്ക് എഫ്സയിലാണ് ജോലി. എൻ്റെ വീട് മാവേലിക്കരയാണ്. ഞാൻ ഈ സൈഡ് ചേർന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പ്ലാസ്റ്റിക് കവർ എടുത്ത് ഇതിനകത്ത് അരിപ്പയ്ക്കകത്ത് താത്ത് വെക്കുന്നത്. അപ്പം ഞാനിങ്ങനെ നെത്തി നോക്കിയപ്പം എണ്ണയ്ക്കകത്ത് എണ്ണ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ ഉരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒന്ന് വേറെ 2 യാത്രക്കാരെ വിളിച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സംസാരിച്ച് കാര്യമായിട്ട് സംസാരിച്ച് ഇത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കേണ്ട ഇത്. ഇവന്മാർ പെട്ടെന്ന് എന്താ പറയുക, ഇത് ഈ എണ്ണ എടുത്തുകൊണ്ട് കളഞ്ഞവിടെ. ആ എണ്ണ കൊണ്ട് കളഞ്ഞതിന്റെ ആ എണ്ണയ്ക്കകത്ത് പ്ലാസ്റ്റിക് കവർ കിടക്കുന്നത്. ഹെൽത്തിനെ വിളിച്ചിട്ടുണ്ട്, പോലീസുകാർ വന്നിട്ടുണ്ട്. പിന്നുള്ള നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഇത് അറിയിക്കണം. ഈ പ്ലാസ്റ്റിക് കവർ ഒരുക്കിയാണ് യാത്രക്കാർ മൊത്തം കഴിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് കവർ ഒന്നുകൂടെ കാണിക്കാവുന്നതാണ്. ഇവിടെ ആണ്, അതായത് നാട്ടുകാരെ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ ഈ എണ്ണ ഇവിടേക്ക് ഒഴിച്ചു മാറ്റുകയും ഈ പ്ലാസ്റ്റിക് കവർ, ഇത് തിളച്ച എണ്ണയിൽ കണ്ട പ്ലാസ്റ്റിക് കവറാണ്, ഇതാണ് ആ എണ്ണയിൽ ഇട്ടിരുന്നത്. ഇത്തരത്തിലുള്ള നിരവധി പ്ലാസ്റ്റിക് കവറുകൾ അവിടെ നിന്ന് കണ്ടെത്തുകയും ചെയ്യും. ഇത്രയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ വരില്ലേ? പിന്നെ തീർച്ചയായിട്ടും ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. നമ്മൾ കുട്ടികൾക്കൊക്കെ ഇവിടുന്ന് തീർച്ചയായിട്ടും യാത്രക്കാർ ഉപയോഗിക്കുന്നതാണ്. റെയിൽവേയിലെ എല്ലാ യാത്രക്കാരും ഉപയോഗിക്കുന്ന ഈ സാധനം ഇവിടുന്ന് പുറമെ ഇവർക്കാർക്കും കൊടുക്കത്തില്ല. റെയിൽവേയിലെ കൊണ്ട് കൊടുക്കണം. ഏതെങ്കിലും അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഈ